ദിവസം ഉണ്ണി മുകുന്ദനിട്ട ഒരു പോസ്റ്റ് ചിയാൻ വിക്രമിൻ്റെ കൂടെയുള്ള സ്റ്റിൽസ് വീഡിയോ അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫാക്ടർ. ചിയാൻ ഉണ്ണി മുകുന്ദൻ ഒരുമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ ധ്രുവ് വിക്രമുമായിട്ടുള്ള ചിത്രവും ഉണ്ണി മുകുന്ദൻ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ചിയാനുമായിട്ടുള്ള ചിത്രങ്ങളും കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെല്ലാം ടോക്ക് പോകുന്നത് മാർക്കോ എന്ന ഫ്രാഞ്ചൈസിലേക്ക് ഉണ്ണി മുകുന്ദൻ വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണല്ലോ. കാരണം മാർക്കോ 2, 3, 4 ഒക്കെ ഉണ്ടാവുമെന്ന് ഉണ്ണി പറയുകയും ചെയ്തു. അതിന് പിന്നാലെ ചിയാൻ കൂടി വരികയാണെങ്കിൽ ചിയാൻ വിക്രം ഓൺ ബോർഡ് മലയാള സിനിമയിലേക്ക് ചിയാൻ വരികയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കോയുടെ PRO ആയ വിപിനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. വിപിനോട് ചിയാൻ വിക്രമിന്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും വിപിൻ ഒരു മറുപടി പറഞ്ഞിരുന്നു. അതൊരു വലിയ പ്രതീക്ഷയാണ് നോക്കുന്നത്. വിപിന്റെ വാക്കുകളിലേക്ക് പോകാം. അത് സംഭവിക്കട്ടെ. കാരണം വെച്ചാല് ചിയാൻ വിക്രം എന്ന് പറയുന്ന വിക്രം സാർ ആക്ച്വലി ഉണ്ണിയുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്. അവർ തമ്മിൽ നല്ലൊരു റാപ്പുണ്ട്. മാർക്കോയുടെ വിജയം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വിക്രം സാറാണ്. വിക്രം സാർ ഉണ്ണിയെ വിളിച്ചിരുന്നു, അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. പുള്ളി ആക്ച്വലി ക്ലോസ്ലി മോണിറ്ററിങ് ആയിരുന്നു മാർക്കോയുടെ ഓരോ അപ്ഡേറ്റുകളും. ഈ പുറത്ത് ഹിന്ദിയിലൊക്കെ ഇത്രയും വന്നപ്പോൾ പുള്ളി ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഉണ്ണിയെ ഇപ്പം ഒരു പ്രൊമോഷന്റെ ട്രാവലൊക്കെ ആയിരുന്നെങ്കിലും ചെന്നൈയിൽ എത്തിയപ്പോൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. അത് ഈ പറഞ്ഞ പോലെ ഷെരീഫും ഉണ്ണിയും മീറ്റ് ചെയ്തു. അച്ഛനും മോനും ഈ പറഞ്ഞ ധ്രുവും വിക്രവും സ്വീകരിച്ചു. അല്ല മാർക്കോ 2 ഉണ്ടാവുന്ന ഞാനിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അവർ തമ്മിലൊരു അസോസിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാക്കിയെല്ലാം പുറമേ വരും. മാർക്കോ 2 അല്ലെങ്കിൽ വേറൊരു അസോസിയേഷനും എന്താണെങ്കിലും സംഭവിക്കട്ടെ. കാരണം അവർ തമ്മിലുള്ള റാപ്പ് അത്രയ്ക്കുണ്ട്. ചിയാൻ സാറിനെ പോലെ ഒരാള്, ഇപ്പൊ നമ്മുടെ ഒരു വിക്രത്തിനെ പോലെ ഒരാള് നമ്മുടെ മലയാളം സിനിമയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമുക്കെല്ലാം അറിയാം ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് പോയ ഒരാളാണ്. ഇപ്പൊ തിരിച്ച് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബൈലാംഗ്വൽ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ സംഭവിക്കുന്ന ഒരു പ്രോജക്റ്റിൽ ഉണ്ണിയും വിക്രത്തിനെ ഒരുമിച്ച് കാണാൻ സാധിച്ച ഞാൻ ഹാപ്പിയാണ്. പേഴ്സണലി ഞാൻ അവരുടെ രണ്ടുപേരെയും മൂവീസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ മാർക്കോ 2 ആണെങ്കിലും വേറെ അസോസിയേഷൻ ആണെങ്കിലും സംഭവിക്കട്ടെ. അത് ഷെരീഫ് ആണ് ആധികാരികമായിട്ട് പറയേണ്ടത്. അവരിപ്പോൾ ചെന്നൈയിലാണുള്ളത്. അവർ വന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഞാനിതങ്ങ് ഉറപ്പിച്ചോട്ടെ, മലയാളത്തിലേക്ക് വിക്രം വരുന്നു എന്നുള്ളൊരു എക്സ്ക്ലൂസീവ് വാർത്ത ഞാനങ്ങ് ഉറപ്പിച്ചോട്ടെ. നല്ലതല്ലേ? ക്രോസ് ബോർഡർ ആയിട്ടുള്ള ആക്ടേഴ്സ്. നമ്മൾ തമിഴിൽ പോയി അഭിനയിക്കുന്നു, തെലുങ്കിൽ പോയി അഭിനയിക്കുന്നു. അവർ തെലുങ്കിൽ നിന്നും ഹിന്ദിയിലും ഉള്ളവർ തമിഴ് അല്ലേ, അങ്ങനെ ക്രോസ് ബോർഡർ ആയിട്ട് ആക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പം അതിൽ ഞാൻ പറയുന്നത് അവർ ഒരു മലയാളത്തിലേക്ക് വരട്ടെ. ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ ഇപ്പം റിലീസാവുന്ന ഒരുപാട് പടങ്ങളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മറ്റുള്ള ഭാഷയിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം അതുപോലെ മാർക്കോ 2-ലാണെങ്കിലും മറ്റ് സിനിമയിലാണെങ്കിലും അങ്ങനെയുള്ളവർ വരട്ടെ, വന്ന് അഭിനയിക്കട്ടെ. നമുക്ക് നല്ലതല്ലേ? നമുക്ക് ആക്ടേഴ്സ് അങ്ങനെ ഒരു അതിർവരമ്പ് ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് ഭാഷയിൽ അഭിനയിച്ചാലും അവർ നല്ലതല്ലേ, കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിയാൻ മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണോ എന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ചിയാൻ വിക്രം മലയാള സിനിമയിലേക്ക് എത്തുകയാണോ എന്നുള്ള ചോദ്യമാണ്. കാരണം തമിഴിൽ അത്രയും അധികം തിരക്കുള്ള ഒരു സ്റ്റാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീരാധീര സൂര എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. സുരാജ് വെഞ്ഞാറമ്മൂട് SJ സൂര്യയൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. അപ്പോൾ അതൊരു വലിയ ചിത്രമായി മാറാണ്. SU അരുൺകുമാറാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. വലിയ പ്രതീക്ഷയാണ് ചിയാൻ വിക്രം ആരാധകർക്ക് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ തമിഴിലെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് മാർക്കോ എന്ന ഫ്രാഞ്ചൈസിലേക്ക് ചിയാൻ വിക്രം എത്തുകയാണെങ്കിൽ മലയാള സിനിമയിലേക്ക് എത്തുകയാണോ എന്നൊരു വലിയ ചോദ്യമാണ് നിലനിൽക്കുന്നത്. അത് മാത്രമല്ല വിപിൻ്റെ സംഭാഷണ പ്രകാരം ചിലപ്പോൾ മാർക്കോയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു കൊലാബറേഷൻ ആയിരിക്കാം എന്നുള്ളൊരു സംശയവും കൂടി നിലനിർത്തുന്നുണ്ട് വിപിൻ. അതായത് ചിലപ്പോൾ മാർക്കോ എന്ന ഫ്രാഞ്ചൈസിലേക്കായിരിക്കാം ചിയാൻ എത്തുന്നത്. അല്ലാത്ത പക്ഷം ഉണ്ണി മുകുന്ദനും വിക്രമും കൂടി മറ്റൊരു മലയാള സിനിമയിലേക്കാണ് എത്തുന്നതെങ്കിൽ അതൊരു വമ്പൻ അനൗൺസ്മെന്റ് ആയിരിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയിലേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രി മാറുകയും ചെയ്യും. അതൊരു നിസാര സംഭവവുമല്ല. കാരണം നമുക്കറിയാം നമ്മുടെ ആർട്ടിസ്റ്റുകൾ പലപ്പോഴായി പല ഇൻഡസ്ട്രികളിലേക്ക് പോകുമ്പോൾ പോലും മലയാളത്തിലൊരു വലിയ താരം ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളൊരു വലിയ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ വർഷങ്ങളായിട്ടുണ്ട്. നമ്മൾ ഇൻഡസ്ട്രി സംബന്ധിച്ചിടത്തോളം അത്രയും കപ്പാസിറ്റി ഉണ്ടോ അവരേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരുടെ റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രി മാറി എന്നൊക്കെ ചോദ്യമുണ്ട്. പക്ഷേ ഡിസംബർ 20 ശേഷം അതൊരു തിരുത്തിക്കുറിക്കലായിരുന്നു. പല വമ്പൻ താരങ്ങളുടെയും സിനിമകളെ പോലും പിന്തള്ളിക്കൊണ്ടാണ് മാർക്കോ എന്ന സിനിമ വിജയകരമായ പ്രദർശനം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മാർക്കോ ഉണ്ടാക്കിയൊരു ഹൈപ്പ് നിസ്സാരമല്ല. അത് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ പോലും തന്നെ പോസിറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിളാണ് ചിയാൻ വിക്രവുമായുള്ള ചിത്രങ്ങൾ ഉണ്ണി മുകുന്ദൻ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും ലഭ്യമല്ല എങ്കിൽ പോലും ഒരു വലിയ പ്രതീക്ഷ
2025 തന്നെ ഉണ്ടാകും ഒരു അനൗൺസ്മെൻ്റ് എങ്കിലും ഉണ്ണി മുകുന്ദൻ ചിയാൻ വിക്രം പ്രോജക്റ്റ് ഓൺ ആവാനുള്ള എല്ലാ സാധ്യതകളും ഒരു 90% സാധ്യതകളെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ണി പങ്കുവച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ഹൈപ്പുകളൊക്കെയാണ്. എന്തായിരിക്കാം ആ പ്രോജക്റ്റ്, എന്തായിരിക്കും വിശദാംശങ്ങൾ എന്നത് വരും ദിവസങ്ങളിൽ മാത്രം അറിയേണ്ട കാര്യമാണ്.